കൂട്ടുകാരെ, നല്ലവരായി വളരാനും ജീവിതത്തിൽ നല്ലൊരു നിലയിൽ എത്തിപ്പെടണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ മാന്യമായ പെരുമാറ്റവും പ്രവർത്തനങ്ങളും കുഞ്ഞുനാളിൽ തന്നെ നാം പരിശീലിക്കണം. നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം മാന്യതയുടെ പാഠങ്ങൾ പഠിക്കാൻ തുടങ്ങും. പിന്നീട് നല്ലതും ചീത്തയും നമുക്ക് ബോധ്യപ്പെടുകയും തെറ്റുപറ്റാതെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുകയും ചെയ്യുന്നു. വിശുദ്ധി, മാന്യത എന്നൊക്കെ ഈ നിലപാടുകളെ വിളിക്കാം. മഹത്വങ്ങളിൽ എത്തിപ്പെടാനുള്ള രാജപാതയാണ് ഇവയെല്ലാം. നാം പ്രവർത്തിക്കണമെന്ന് മാത്രം. പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ കൂടുതൽ മുന്നേറാനുള്ള പ്രചോദനവും കൂട്ടുകാർക്ക് കിട്ടും. ജോലിയൊന്നും ചെയ്യാതിരുന്നാലോ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം തുരുമ്പെടുക്കും. മടിയന്മാരും മണ്ടന്മാരും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഇനി ഒരു കഥയായാലോ കൂട്ടുകാരെ? ചൈത്രന്റെയും മൈത്രന്റെയും കഥ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? അവരിൽ ഓരോരുത്തരുടെയും മുറികൾ നിറയ്ക്കാൻ ഗുരു ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് തന്റെ മുറി നിറക്കും? ചൈത്രൻ ചിന്തിച്ചു. തെരുവിലെ മാലിന്യങ്ങൾ ചാക്കുകളിൽ സംഭരിച്ച് ഏതാനും സമയം കൊണ്ട് അയാൾ തന്റെ മുറി ഒരിടം പോലും ബാക്കിയില്ലാതെ നിറച്ചു. മൈത്രനാകട്ടെ മുറി തൂത്ത് വൃത്തിയാക്കി ഏതാനും ചന്ദനത്തിരികൾ പുകച്ച് നിറയെ പ്രകാശം പരത്തി ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചു. വായു സഞ്ചാരത്തിനായി ജനലുകൾ തുറന്നിട്ടു. നിറച്ചിരിക്കുന്ന മുറികൾ കാണാൻ ഗുരു എത്തി. ചൈത്രന്റെ മുറിയുടെ വാതിൽ തുറന്നപ്പോഴേക്കും ദുർഗന്ധം പുറത്തേക്ക് വമിച്ചു. എന്തൊരു വൃത്തികേടാണിത് ചൈത്ര! മാന്യമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിക്കൂ, ഗുരു പറഞ്ഞു. മൈത്രന്റെ മുറിയുടെ മുമ്പിലെത്തിയ ഗുരുവിന്റെ മുഖം നിലാവ് പോലെ പ്രകാശിച്ചു. കൈകൾ ഉയർത്തി ശിഷ്യന്റെ ശിരസിൽ വെച്ച് ഗുരു മൊഴിഞ്ഞു. ശരിയായ ജ്ഞാനം കുടികൊള്ളുന്ന മനസ്സിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. ഈ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു മൈത്ര, ഗുരു ശിഷ്യനെ അഭിനന്ദിച്ചു. കഥ കേട്ട് ഉറക്കം പിടിക്കരുത് കൂട്ടുകാരെ. അറിവ് പകർന്നു കിട്ടുമ്പോൾ ആദരവോടെ അത് സ്വീകരിക്കണം. തുടർന്ന് പ്രവർത്തിക്കുകയും വേണം. ഗുരുഭക്തിയും ജ്ഞാനവും ഒന്നിച്ചപ്പോഴാണല്ലോ മൈത്രന് ഗുരുവിന്റെ പ്രീതി നേടാൻ കഴിഞ്ഞത്. മാന്യതയുടെയും പക്വമായ പെരുമാറ്റത്തിന്റെയും നല്ല ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ. മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ആദ്യമായി നമ്മിൽ പ്രകടമാക്കേണ്ട ഗുണങ്ങളും ഇവയൊക്കെ തന്നെ. അനുസരണവും മുതിർന്നവരോടുള്ള ആദരവും ഗുരു മാതൃ പിതൃ ഭക്തിയും ഐശ്വര്യം പകർന്നു തന്നുകൊണ്ടിരിക്കും. ഈ ഗുണങ്ങൾ നിലനിർത്തുമ്പോൾ ഭയാശങ്കകളില്ലാതെ ഏതൊന്നിനെയും അഭിമുഖീകരിക്കാൻ കഴിയുന്നു. മഹത്വം, പ്രശസ്തി, ജ്ഞാനം എല്ലാം സംഗമിക്കുന്ന ഒരു ആഴിയായി മാറാനും നമുക്ക് കഴിയും. അറിവ് നേടാനും അതിനെ കൂടുതൽ കൂടുതൽ ജ്വലിപ്പിച്ച് ഒരു സമൂഹത്തിന് മുഴുവൻ വെളിച്ചം പകരാനും കഴിയുമ്പോഴാണ് ഞാൻ പഠിച്ചു, ജയിച്ചു, വിദ്യ നേടി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ശരിയാകുന്നുള്ളൂ. ക്ലാസുകൾ കയറി പോകുന്നത് കൊണ്ടോ നമ്മുടെ ശരീരം വളരുന്നത് കൊണ്ടോ നാം പഠിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അറിവ് പ്രയോഗിക്കാനും സമൂഹത്തിൽ നല്ല സ്വഭാവ ഗുണമുള്ള വ്യക്തിയായി മാറാനും കഴിയുമ്പോൾ മാത്രമേ നാം ശരിയായ വിദ്യാഭ്യാസം നേടി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. മുതിർന്നവരെ ബഹുമാനിക്കുക, കുഞ്ഞുങ്ങളോട് ദയയോടെയും സ്നേഹത്തോടെയും പെരുമാറുക, അതെല്ലാം മാന്യതയുള്ള കൂട്ടുകാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. അച്ഛനമ്മമാരോട് വഴക്കടിക്കാനോ അധ്യാപകരെ ആക്ഷേപിക്കാനോ അവർ മുതിരുകയില്ല. ശരിയായ അറിവിൻ്റെ തെളിച്ചമാണ് അവരെ മാന്യന്മാരാക്കുന്നത്. വാശി പിടിച്ചും കോപിച്ചും വീട്ടിലെ ചട്ടിയും പാത്രങ്ങളുമൊക്കെ എടുത്തെറിയുന്ന കുറുമ്പന്മാരെയും കുറുമ്പികളെയും ഈ കുഞ്ഞു തത്തയ്ക്ക് അറിയാം. എന്ത് നാം ചെയ്യുമ്പോഴും നല്ലതിനാണോ യുക്തമാണോ എന്നൊക്കെ വിലയിരുത്തി വേണം. എത്ര ദേഷ്യം വന്നാലും ഒരു വേള കണ്ണടച്ച് ശ്വാസം ദീർഘമായി വലിച്ചെടുത്ത് പതുക്കെ പുറത്തേക്ക് വിട്ട് ഇത് 2 പ്രാവശ്യം കൂടി ആവർത്തിച്ചു നോക്കൂ. നിങ്ങളുടെ തീരുമാനം മാറുകയും മനസ്സ് ശാന്തമാകുകയും ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരിടത്ത് ഇരുന്ന് വിശ്രമിക്കൂ.
പുതിയ നല്ല തീരുമാനങ്ങളും നല്ല ആശയങ്ങളും നിങ്ങൾക്ക് കിട്ടും. നശീകരണങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാൻ ഒരുങ്ങിയ മനസ്സ് പ്രയോജനകരമായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടണം. നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് പ്രേരണകളെ പോസിറ്റീവ് പ്രവർത്തനങ്ങളായി തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് കഴിയും. കുഞ്ഞിത്തത്ത പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ പതിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതൊരു വസ്തുതയും ആവശ്യബോധത്തോടെ മനസ്സിൽ ഉറപ്പിച്ചാൽ മറക്കുകയില്ലെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. ഇനി ഈ കുഞ്ഞിത്തത്ത വിട പറയട്ടെ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ.